കാണിക്കാൻ പോകുന്നത് ഹീറ്റ് വേവ് ഡാമേജ് ആണ്. അടുത്ത കാണിച്ച്. ഹായ് എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ് മേരിയുടെ അനന്തർ ഗാർഡനിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ എടുത്തത് നമ്മുടെ ഇവിടെ UK സെക്കൻഡ് ഹീറ്റ് വേവിൻ്റെ ആണെന്നാണ് കേട്ടോ. ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നു ഒരു 35 ഡിഗ്രിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഞങ്ങൾക്ക് 35 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു 40 ഡിഗ്രിയൊക്കെ വരുന്നതെന്ന് പറയുന്ന പോലെ അത്ര അസഹനീയമായ ചൂട് തോന്നും. അപ്പം ഞാൻ വൈകുന്നേരമാണ് ശരിക്കും പ്രോപ്പറായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തത്. പക്ഷേ രാവിലെ വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6:45 തോന്നുന്നു സമയം. ഇപ്പം വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്ത ഒരു ചെറിയ ഗ്ലിംസ് ഓഫ് ഗാർഡനാണ്. കാരണം എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഷില്ലേ, മത്തങ്ങ, ഗോൾഡൻ സ്ക്വാഷ്, അതിൻ്റെ പൂവിൻ്റെ പരാഗണം നടത്തണമായിരുന്നു. അപ്പോൾ പെൺപൂവും ആൺപൂവും വിരിഞ്ഞ് നിൽപ്പുണ്ട്. നോക്കിക്കേ എന്ത് പൂക്കളാണ് വിരിഞ്ഞ് നിൽക്കുന്നത് നോക്കിയാൽ, നല്ല ഭംഗിയല്ലേ. അപ്പം ഞാനിങ്ങനെ ഒരു ഇയർബഡ്സ് എടുത്തിട്ട് നമ്മൾ തന്നെയാണ്, ചിലപ്പം തേനീച്ചനെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ തേനീച്ച കാണത്തില്ലായിരിക്കും. അപ്പം രാവിലെ നമ്മൾ തന്നെ ഇങ്ങനെ പരാഗണം നടത്തി കൊടുക്കും. ആൺപൂവിൻ്റെ പൂമ്പൊടി എടുത്ത് പെൺപൂവിൻ്റെ ആ സ്റ്റെമ്മിൽ ഇങ്ങനെ തടവി കൊടുക്കും. അപ്പോൾ ഈ പരിപാടി ഒന്നുകിൽ തേനീച്ച ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ മത്തങ്ങ ഇല്ലേ പൂവായിട്ടുള്ള അതങ്ങ് പൊഴിഞ്ഞു പോകും പരാഗണം നടന്നില്ലെങ്കിൽ. അപ്പോൾ അതേ സൂര്യൻ ഉദിച്ച് വരുവാണ്, വെയിൽ കയറി വരുന്നത് നമുക്ക് കാണാം. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് എല്ലാവരുടെയും ദാഹം മാറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാലേ ഉള്ളൂ, ഭയങ്കര ചൂടുള്ള വെയിലാണ് വരാൻ പോണത്, അതിനകത്തത് വാടിപ്പോകാതിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ നട്ടുച്ചയാണ്. എനിക്ക് 2 തക്കാളിക്ക പറിക്കണമായിരുന്നു കറിക്കകത്തിടാനായിട്ട്. അത് കാരണം ഞാൻ പുറത്തിറങ്ങി നോക്കിയാൽ എല്ലാം നിൽക്കുന്ന കേട്ടോ, വാടി കരിഞ്ഞ്. എനിക്കറിയത്തില്ല, അതുപോലത്തെ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. തക്കാളിക്കൊക്കെ പെട്ടെന്ന് പഴുക്കുന്നുണ്ട്, കാരണം ചൂടായ കാരണം. പിന്നെ ഇതേ കണ്ടോ, കരിയുന്നുണ്ടോ, ചൂട് കൊണ്ടിട്ട് പാവം ചെടികൾ. ഞാനിന്ന് രാവിലെ 7 മണിയായപ്പോൾ എണീറ്റ് വെള്ളം ഒഴിച്ചതാണ് ഒരു പ്രാവശ്യം. കാരണം എനിക്കറിയാമായിരുന്നു, ഇവിടെ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഹീറ്റ് വേവ് ആണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വെള്ളം ഒഴിച്ചായിരുന്നു. ഇനി വൈകിട്ട് ഒരു രാത്രി 9 മണിയൊക്കെ കഴിയുമ്പോൾ വേണം ഒരു പ്രാവശ്യം കൂടെ വെള്ളം ഒഴിക്കാനായിട്ട്. ഈവൻ കണ്ടോ, രാവിലെ വെള്ളം ഒഴിച്ചിട്ട് മണ്ണ് നിൽക്കുന്ന നിൽപ്പുണ്ടോ, പച്ചമുളകൊക്കെ നിൽക്കുന്നുണ്ടോ. പച്ചമുളകൊക്കെ സാധാരണ ചൂടിൽ കുഴപ്പമില്ലാതെ നിൽക്കേണ്ടതാണ്. എന്നിട്ടും ബീൻസിൻ്റെ ഇലയൊക്കെ താഴോട്ടായിട്ട് നിൽക്കുന്നു, വാടി. ഇത് കണ്ടോ, എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല വെയിൽ കാരണം. ഞാൻ പിന്നെ ഒത്തിരി ഇറങ്ങിയടിച്ചൊന്നും അവിടെ നിന്നില്ല. തക്കാളിക്കൊക്കെ പറിച്ചുകൊണ്ട് വേഗം അകത്ത് കയറി. ഇതിപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു 8:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ട്. വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയതാണ്. ആ കൂട്ടത്തിൽ തന്നെ മോളോട് പറഞ്ഞു നമുക്ക് വീഡിയോയും കൂടെ എടുത്തേക്കാന്ന്. ഈ റോസ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മദേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കുഞ്ഞു റോസച്ചെടിയായിരുന്നു. അത് ഇപ്പോഴേ തരക്കേടില്ലാത്ത രീതിയിൽ പടർന്ന് നിൽപ്പുണ്ട്, നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് വാങ്ങിയപ്പോൾ നല്ലൊരു പിങ്ക് കളറായിരുന്നു, പക്ഷേ ഇപ്പം വേറെ ഒരു കളറാണ്. പക്ഷേ എനിക്ക് ഈ കളറും വളരെ ഇഷ്ടമാണ്, കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. പണ്ട് ബട്ട്ലിൻസിൽ ഹോളിഡേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? ബട്ട്ലിൻസ് ഹോളിഡേക്ക് പോയപ്പം നീ ഓർക്കുന്നുണ്ടോ അവിടുത്തെ പെറ്റൂണിയ പ്ലാന്റ്സ് അമ്മ ഇസ്കിയത്? അല്ല, അതിൻ്റെ അരിയിട്ട് പെറ്റൂണിയ സീഡ്ലിങ്സ് ആണിത്. അതിൻ്റെ അരിയിട്ട് കിളുത്ത സീഡ്ലിങ്സ് ആണ്. ബ്യൂട്ടിഫുൾ പർപ്പിൾ കളറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കിളുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് പ്ലാനുണ്ട്, ഹാങ്ങിങ് ബാസ്ക്കറ്റ് ഇടാനായിട്ടാണ് എൻ്റെ പ്ലാൻ. കിളുത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനകത്തുനിന്ന് കുറച്ച് പെറ്റൂണിയയുടെ തൈകൾ എടുത്ത് ഞാൻ ഇവിടെ തണലത്തൊരു ചട്ടിക്കകത്ത് മാറ്റിയും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. കിളുത്ത് വരുവാണെങ്കിൽ ഓ മൈ ഗോഡ്, നല്ല ഡീപ്പ് പർപ്പിൾ കളറിലെ പൂക്കളാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ആണെങ്കിൽ ഇത് ആ സൈഡിൽ നിന്ന് മത്തങ്ങയാണ്. ഓൾറെഡി 3 മത്തങ്ങയുടെ തൈ ഇതുപോലെ തന്നെ കിളുത്ത് വന്നിട്ട് ഞാനത് നമ്മുടെ വാഴ നിൽക്കുന്ന ആ കോർണറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കൂടുതൽ മത്തങ്ങ വേണ്ടാത്ത കാരണം ഞാൻ അതിനെ മനസ്സോടെ പറിച്ചങ്ങെടുത്ത് മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് UK സെക്കൻഡ് ഹീറ്റ് വേവ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വന്നില്ലെങ്കിലും ടെമ്പറേച്ചർ ഒരു 34 ഡിഗ്രി വരെയൊക്കെ ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. ചെടികളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോസൈഡൊക്കെ പറ്റുന്നുണ്ടോ, ഇവിടെ കണ്ടോ കരിഞ്ഞു പോയത് കണ്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ വെയിൽ നന്നായിട്ട് അടിച്ച ആ ഭാഗമാണ് കരിഞ്ഞു പോയത്. എനിവേ ഇനി ആ ചെടിയൊന്നും അതേ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് മുഴുവൻ കരിഞ്ഞു പോകും. പിന്നെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അങ്ങനെ അതെല്ലാം ഞാൻ ഡെഡ് ഹെഡ് ചെയ്തെടുത്തു. ഇനി ബാക്കി നമുക്ക് ഫ്രണ്ട് ഗാർഡനിൽ വന്ന് നോക്കാം ഇവിടെ ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചത്. കാരണം ആ ഉച്ചയ്ക്ക് വന്ന് പോയിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയില്ല. അപ്പം നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഇതൊരു കുഴപ്പമുള്ളതല്ല. ഇവിടെ ഇങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കുന്ന പോലെയാണ്. ഒരു ഹീറ്റ് വേവ് വരും,
പിന്നെ ഒന്ന് കൂൾ ഡൗൺ ആകും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഹീറ്റ് വേവ് വരും. നാളെയും കൂടെ ഇതേപോലത്തെ സിമിലർ ടെമ്പറേച്ചേഴ്സ് ആണെന്നാണ് കാണിക്കുന്നത്. ഇതുപോലൊക്കെ നല്ല പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ ഗാർഡൻ സർവൈവ് ചെയ്ത് പോകും. എൻ്റെ ഹൈഡ്രാഞ്ചിയ പൂക്കൾ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടമുണ്ട്. നല്ല പിങ്ക് ഷെയ്ഡിൽ നല്ല എന്താ പറയുന്നത് സമ്പൽ സമൃദ്ധിയോടെ നിൽക്കേണ്ട പൂക്കളാണ്. പക്ഷേ ഇത് കണ്ട ഞാൻ കാണിച്ചു തരാം. പാവട്ടെ അല്ലേ, ഇത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കിന് ഞാൻ ഓർത്തായിരുന്നു ആ ഒരു ഹീറ്റ് വേവ് ഉള്ളെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അടുത്തവൻ വന്നത്. എനിവേ ബീൻസൊക്കെ നിൽക്കുന്നുണ്ടോ? ബീൻസിൽ പൂവുണ്ടായി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസിന് ഒത്തിരി ചൂട് ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് ബീൻസ്. അപ്പം ചൂടുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഒരു സമയമൊക്കെ ആകുമ്പം നമുക്ക് ശരിക്കും ഇഷ്ടം പോലെ ബീൻസിൻ്റെ പൂക്കളാകേണ്ട ഒരു സമയമാണ്. അതായത് ഞാൻ ബീൻസ് നട്ട ഒരു സമയം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും. പക്ഷേ എനിക്കൊന്ന് ചൂടായിട്ടാണെന്ന് തോന്നുന്നു അതിനങ്ങോട്ട് എന്താണോ എനിക്കറിയത്തില്ല. അതുങ്ങളൊക്കെ ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുക. ചിലപ്പോൾ ആ ഒരു ഷോക്ക് കാരണമായിരിക്കും. കാരണം ഭയങ്കര ചൂടായിട്ടുള്ളൊരു കാലാവസ്ഥ വന്നു. പിന്നെ എന്നാ പറയുന്നത് പെട്ടെന്ന് തന്നെ എന്നാൽ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ വന്നു. പിന്നെ വീണ്ടും വന്നു. ഇനിയുണ്ട് ടിപ്പിക്കൽ ഇംഗ്ലീഷ് വെതർ എന്ന് പറയും. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ദിവസം തന്നെ നമുക്ക് എല്ലാ സീസണും ചിലപ്പോൾ കിട്ടും. നല്ല രീതിയിൽ ഹെയിൽ സ്റ്റോൺ ഉണ്ടായിട്ട്, പിന്നെ അത് കഴിഞ്ഞ് നല്ല സണ്ണി ആയിട്ട്, പിന്നെ വിൻഡി ആയിട്ട്, പിന്നെ റെയിൻ വന്ന്, അത് കഴിഞ്ഞ് എന്താ പറയുക നല്ല ഫ്രീസിങ് നല്ല തണുപ്പ് വന്ന്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇനി അടുത്ത കാണിക്കുന്ന എൻ്റെ കാലൻഡുല ഫ്ലവേഴ്സാണ്. അതുങ്ങളൊക്കെ ആകെപ്പാടെ അങ്ങ് സൈസ് കുറഞ്ഞ് മുരടിച്ച് നിൽക്കുക. കാരണം അതുങ്ങൾക്കും ഈ ചൂട് ഇഷ്ടമില്ല. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മൈ ഗോഡ്, ഇതിൻ്റെ ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ പഴയ ഷോർട്സ് എടുത്ത് നോക്കിയാൽ അറിയാം. ഓറഞ്ച് കളറിലെ വലിയ ഫ്ലവേഴ്സ് ഞാൻ കട്ട് ഫ്ലവറായിട്ട് ചെയ്യുന്ന ഒരു റീലുണ്ട്, ഒരു ഷോർട്സ് ഉണ്ട്. അതിൽ കണ്ടാൽ ആ കാലൻഡുല ഫ്ലവറിൻ്റെ വലിപ്പവും ഇതും കണ്ടു കഴിഞ്ഞാൽ ആനയും ആടും പോലത്തെ വ്യത്യാസമാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല. അടിപൊളി ഗാർഡനിങ് വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്. See you soon. Bye.